യേശുവിൻ്റെ പീഡാനുഭവ അനുസ്മരണ പ്രാർത്ഥന. പ്രാരംഭ പ്രാർത്ഥന. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പിതാവായ ദൈവമേ, പ്രപഞ്ച സൃഷ്ടാവേ, മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ച് അവന് മറ്റു വസ്തുക്കളുടെ മേൽ എല്ലാ അധികാരവും നൽകിയ അങ്ങയെ ഞാൻ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ് എന്നീ പൂർവ്വപിതാക്കരിലൂടെ സ്വന്തം ജനതയായി ഇസ്രായേലിന് രൂപം കൊടുക്കുകയും മോശ വഴി അവർക്ക് 10 കൽപ്പനകൾ നൽകുകയും ന്യായാധിപന്മാർ, രാജാക്കന്മാർ, പ്രവാചകർ എന്നിവരിലൂടെ ആ ജനതയെ നയിക്കുകയും മാനവകുലം മുഴുവൻ രക്ഷ ലഭിക്കുന്നതിനായി തൻ്റെ ഏകജാതനായ യേശുക്രിസ്തുവിനെ ദാനമായി നൽകുകയും ചെയ്ത പരമപിതാവായ ദൈവമേ, ഞാൻ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. സ്വപുത്രന് മനുഷ്യനായി അവതരിക്കുവാൻ പാപമാലിന്യമേശാത്ത കന്യകാമറിയത്തെ തിരഞ്ഞെടുത്ത് സഹരക്ഷകയും ഞങ്ങൾക്ക് അമ്മയുമായി തന്ന ദൈവമേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. പുത്രനായ ദൈവമേ, എളിയവരിൽ എളിയവനായി ദരിദ്രരിൽ ദരിദ്രനായി പിറക്കുവാൻ ഒരിടം കിട്ടാതെ ബെത്ലഹേമിലെ ഒരു കാലിത്തൊഴുത്തിൽ വന്നു പിറന്ന രാജാതിരാജനായ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ സ്നാപക യോഹന്നാനിൽ നിന്നും സ്നാനം സ്വീകരിച്ച് 40 ദിനരാത്രങ്ങൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ചെലവഴിച്ച് പിശാചിൻ്റെ പരീക്ഷണങ്ങളിൽ വിജയം വരിച്ച് പിതാവ് ഏൽപ്പിച്ച തൻ്റെ രക്ഷാകര ദൗത്യം ആരംഭിച്ച യേശുനാഥ, എൻ്റെ ഓരോ പ്രവൃത്തികളും ജീവിത വിശുദ്ധിയോടും പ്രാർത്ഥനയോടും കൂടി ആരംഭിക്കുന്നതിനുള്ള കൃപാവരം തരണമേ. അനാഥരോടും ദരിദ്രരോടും രോഗികളോടും പാപികളോടും കരുണ കാണിച്ച യേശുനാഥ, പാപിയായ എന്നോട് കരുണയായിരിക്കണമേ. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളും ധീരതയോടെ നേരിടുവാനും പ്രത്യാശ കൈവിടാതെ ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി കാത്തിരിക്കുവാനും എന്നെ ശക്തനാക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, എഴുന്നള്ളി വരണമേ. യേശുവിൻ്റെ ജ്ഞാനസ്നാന സമയത്ത് പ്രാവിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വന്ന പരിശുദ്ധാത്മാവായ ദൈവമേ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. പന്തക്കുസ്താ ദിനം പ്രാർത്ഥനാ നിരതനായിരുന്ന പരിശുദ്ധ മാതാവിൻ്റെ മേലും സ്ലീഹന്മാരുടെ മേലും തീനാവുകളുടെ രൂപത്തിൽ എഴുന്നള്ളി വന്ന് വിവിധ വരങ്ങളാൽ ശക്തിപ്പെടുത്തിയ അങ്ങയെ ഞാൻ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ജീവനും പ്രകാശവുമായി കടന്നു വരുന്ന പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടുത്തെ ദിവ്യപ്രകാശം അയച്ച് എന്നെ ജ്വലിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും എല്ലാവിധ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ആമേൻ. പീഡാനുഭവ അനുസ്മരണം. യേശു ചമ്മട്ടിയടിയേൽക്കുന്നു, മുൾമുടി ധരിക്കപ്പെടുന്നു. ദൈവപിതാവിൻ്റെ വാത്സല്യം നിറഞ്ഞ അമൂല്യമായ സ്നേഹം മക്കളായ നാമെല്ലാം അനുഭവിച്ചറിയുന്നതിന് ലോകത്തിന് പിതാവായ ദൈവം സമ്മാനിച്ച പ്രിയപുത്രൻ സ്വയം ബലിവസ്തുവായി ഇതാ പീലാത്തോസിൻ്റെ മുൻപിൽ നിൽക്കുന്നു. ചുറ്റും നിൽക്കുന്നത് ആരൊക്കെയാണ്? പുരോഹിത പ്രമുഖരും ജനപ്രമാണികളും നിയമജ്ഞരും ന്യായാധിപ സംഘം മുഴുവനും ചേർന്ന ഒരു വലിയ ജനസമൂഹം. അവർ ഉച്ചത്തിൽ ആക്രോശിക്കുന്നു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. തൻ്റെ അരുമ ശിഷ്യന്മാർ എവിടെ? അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ കണ്ടവരും അവയുടെ ഫലം അനുഭവിച്ചവരും ഇപ്പോൾ എവിടെ? ഈശോയ്ക്ക് വേണ്ടി വാദിക്കുവാൻ അവിടെ ആരുമില്ല. പീലാത്തോസിന് യേശുവിൽ ഒരു കുറ്റവും കാണാൻ കഴിഞ്ഞില്ല. റോമൻ രീതി അനുസരിച്ച് യേശുവിന് ചമ്മട്ടിയടി നൽകി വിട്ടയക്കുവാൻ പീലാത്തോസ് കൽപ്പന നൽകി. രോഷാകുലരായ ജനങ്ങളുടെ മധ്യത്തിലൂടെ ഭടന്മാർ ഈശോയെ ചമ്മട്ടിക്കൊണ്ടടിക്കുന്നതിനായി കൊണ്ടുപോയി. ഇതാ മനുഷ്യത്വരഹിതമായ രീതിയിൽ പീഡകൾ ആരംഭിക്കുന്നു. ഏറ്റവും വലിയ കുറ്റവാളികളെ ശിക്ഷിക്കുന്ന തൂണിൽ അവിടുത്തെ ബന്ധിച്ചു. കഠിന ഹൃദയരായ 6 മല്ലന്മാരിൽ 2 പേർ ഈശോയെ ചമ്മട്ടികൊണ്ട് മൃഗീയമായ രീതിയിൽ തലങ്ങും വിലങ്ങും അടിക്കുവാൻ തുടങ്ങി. സത്യദൈവവും സത്യമനുഷ്യനുമായ ദൈവപുത്രൻ യേശു മർദ്ദനമേറ്റ് പുളഞ്ഞു. അവിടുന്ന് സഹിച്ച കഠോര വേദനകൾ സകല ചരാചരങ്ങളുടെയും മേൽ ദൈവിക ചൈതന്യമായി അന്തരീക്ഷത്തിൽ അലയടിച്ചു. മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് ദിവ്യനാഥൻ പിതാവിനോട്
നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പുരോഹിത പ്രമുഖന്മാരുടെ സേവകർ പീഡകരെ സമീപിച്ച് അവർക്ക് പണവും വീര്യമുള്ള ലഹരി പാനീയവും കൊടുത്ത് അവരുടെ ക്രൂരത 10 മടങ്ങ് വർദ്ധിപ്പിച്ചു. അവർ ക്ഷീണിച്ചപ്പോൾ വേറെ 2 പേർ വന്ന് ഉഗ്രകോപത്തോടെ ഈശോയെ പ്രകരിച്ചു. മുള്ളുകൾ നിറഞ്ഞ കുടുക്കുകളും കീറലുകളുമുള്ള ഒരു തരം വടിയാണ് ഈശോയെ അടിക്കുന്നതിന് അവർ ഉപയോഗിച്ചത്. ആ പാവന ശരീരം അടിയേറ്റ് കീറിമുറിയുകയും രക്തം ധാരയായി ഒഴുകുകയും ചെയ്തു. വേദനയുടെ ഇടയിലും ഈശോ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. മറ്റു 2 പേർ കടന്നു വന്ന് പിന്നെയും പീഡനം ആരംഭിച്ചു. അവരുടെ ചമ്മട്ടികൾ നേരിയ ഇരുമ്പു ചങ്ങലകൾ കൊണ്ടുള്ളതും ആഴമേറിയ മുറിവുകൾ ഉണ്ടാക്കുന്നതും ഓരോ അടിക്കും മാംസം ചീന്തിപ്പൊളിഞ്ഞു പോരത്തക്ക വിധം ഇരുമ്പ് കൊളുത്തുകൾ പിടിപ്പിച്ചവയുമായിരുന്നു. ഈശോയെ തിരിച്ചു നിർത്തി പിൻഭാഗം തൂണിനോട് ചേർത്ത് ബന്ധിച്ച ശേഷം ആ 2 പേർ ചമ്മട്ടിയെടുത്ത് മാറി മാറി അവിടുത്തെ മുഖത്തും ദേഹത്തും ഇടതടവില്ലാതെ അടിച്ചു. ഓ, ആ ദൃശ്യം എത്ര ഹൃദയഭേദകം! കരയാതെ, പരിഭവിക്കാതെ, പിറുപിറുക്കാതെ ആ പീഡകളെല്ലാം അവൻ ശരീരത്തിൽ ഏറ്റെടുത്തു. നിണമണിഞ്ഞ കണ്ണുകൾ കൊണ്ട് അവിടുന്ന് അവരെ നോക്കി. അവൻ ക്ഷീണിതനായി. ഈശോ പ്രഹരമേറ്റുകൊണ്ടിരുന്ന സമയത്ത് മാലാഖമാർ പല പ്രാവശ്യം അവിടുത്തെ സമീപിച്ച് ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു. ദിവ്യകുമാരനെ ബന്ധിതനാക്കി അതികഠിനമായ ചമട്ടിയടി നൽകിയ സമയം മുഴുവൻ പരിശുദ്ധ അമ്മ വേദന സ്വന്തമാക്കുകയായിരുന്നു. ഈശോയെ മുൾമുടി ധരിപ്പിച്ച രീതി കണ്ടു നിൽക്കുവാൻ സാധിക്കാത്ത വിധം അത്ര കഠോരമായിരുന്നു. മുറിവുകളെല്ലാം തുറക്കപ്പെടുമാറ് യേശുവിൻ്റെ ഉടുപ്പവർ വലിച്ചൂരി പകരം മുട്ടോളം എത്തുന്ന ചുമന്ന ഒരു മേൽക്കുപ്പായം ധരിപ്പിച്ചു. കൂർത്ത മുള്ളുകളുള്ള 3 ശിഖരങ്ങൾ തമ്മിൽ മെടഞ്ഞുണ്ടാക്കിയ മുൾമുടി ശിരസിൽ ആഞ്ഞമർത്തി വെച്ച് ഒരു രാജാവിനെ വാഴിക്കുന്ന രീതിയിൽ നീളമുള്ള ഒരു ഞാങ്ങണ കയ്യിൽ പിടിപ്പിച്ചു. അതിനുശേഷം ഞാങ്ങണ പിടിച്ചു വാങ്ങി തലയ്ക്കടിച്ചു. രക്തം കണ്ണുകളിലേക്ക് ഒഴുകി വന്നു. അവർ അവിടുത്തെ മുൻപിൽ മുട്ടുകുത്തി യൂദന്മാരുടെ രാജാവേ സ്വസ്തി എന്ന് പറഞ്ഞ് പ്രഹരിക്കുകയും പരിഹസിക്കുകയും മുഖത്ത് തുപ്പുകയും ചെയ്തു. ഈശോയെ പിടിച്ചിരുത്തിയ ഇടം മറിച്ചിട്ട് അവിടുത്തെ തള്ളിയിടുകയും ബലമായി വലിച്ചെഴുന്നേൽപ്പിച്ച് വീണ്ടും അതേ സ്ഥിതിയിൽ ഇരുത്തുകയും ചെയ്തു. തനിക്ക് ഏൽക്കേണ്ടി വന്ന പ്രഹരങ്ങളാൽ പനി ബാധിച്ച യേശുവിന് അതികഠിനമായി ദാഹിച്ചു. അവിടുത്തെ ശരീരം വിറച്ചുകൊണ്ടിരുന്നു. മാംസം കീറി മുറിഞ്ഞു. നാവ് വരണ്ടുണങ്ങി. മുഖത്തേക്ക് ഒഴുകിയിറങ്ങിയ ശിരസിലെ രക്തം മാത്രം അവിടുത്തെ വരണ്ട ചുണ്ടുകളെ നനച്ചു. ഈശോയെ വീണ്ടും അവർ പീലാത്തോസിൻ്റെ അരമനയിലേക്ക് കൊണ്ടുപോയി. മർദ്ദനങ്ങളുടെ ആധിക്യത്താൽ ശരീരം മുഴുവൻ മുറിക്കപ്പെട്ട് ഉണങ്ങിയ രക്തക്കട്ടികൾക്കു മീതെ ചെന്നീരൊലിച്ച് നടുവ് വളഞ്ഞ് ഒരു വൃത്തൻ്റെ പോലെ ഈശോയെ കണ്ടപ്പോൾ പീലാത്തോസ് ഒന്ന് ഞെട്ടി. മനമിളകുന്നതും ഹൃദയഭേദകവുമായ ആ കാഴ്ച കണ്ടു ജനം നടുങ്ങി. എവിടെയും നിശബ്ദത. ക്ഷീണിതനായ ഈശോ മുൾമുടി ധരിച്ച് ശിരസ്സുയർത്തി ആവേശഭരിതരായി നിൽക്കുന്ന ജനക്കൂട്ടത്തിന് നേരെ നോക്കി. പീലാത്തോസ് ഈശോയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനക്കൂട്ടത്തോട് പറഞ്ഞു, ഇതാ മനുഷ്യൻ. പുരോഹിത പ്രമുഖന്മാരും അവരുടെ അനുയായികളും വിരോധത്തോടും വെറുപ്പോടും വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. ഈശോയുടെ പീഡാസഹനവുമായി ബന്ധപ്പെട്ട് യേശയ്യ പ്രവാചകന്റെ പ്രവചനങ്ങൾ. അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും അവൻ കാണിച്ചു കൊടുത്തു. നിന്ദയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല. ദൈവവുമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല. ഞാൻ എൻ്റെ മുഖം ശിലാതുല്യമാക്കി. എനിക്ക് ലജ്ജിക്കേണ്ടി വരികയില്ലെന്ന് ഞാൻ അറിയുന്നു. എനിക്ക് നീതി തണുത്തി തരുന്നവൻ എൻ്റെ അടുത്തുണ്ട്. യേശയ്യ 50:6-8. അവനെ കണ്ടവർ അമ്പരന്നു പോയി. മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരുന്നു. യേശയ്യ 52:14. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ നിന്ദിക്കപ്പെട്ടു,
നാം അവനെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിക്കുകയും ചെയ്തുവെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ആടുകളെപ്പോലെ നാം വഴിതെറ്റിപ്പോയി. നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവൻ്റെ മേൽ ചുമത്തി. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്പരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനനായി അവൻ എടുക്കപ്പെട്ടു. എൻ്റെ ജനത്തിൻ്റെ പാപനിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവൻ്റെ തലമുറയിൽ ആരു കരുതി? അവൻ ഒരു അതിക്രമവും ചെയ്തില്ല, അവൻ്റെ വായിൽ നിന്നും വഞ്ചന പുറപ്പെട്ടുമില്ല. ഏശയ്യ 53 അധ്യായം 3-9. യേശുവിൻ്റെ കുരിശുയാത്ര. അതികഠിനമായി ചമട്ടിയടിയേറ്റ് രക്തത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങളും തലയിൽ മുൾമുടിയും ധരിച്ച് ക്ഷീണത്താൽ വിറയ്ക്കുന്ന കൈകാലുകളോടെ നിസ്സഹായനായി നിന്ന അവിടുത്തെ പീലാത്തോസ് മരണശിക്ഷയ്ക്ക് വിധിച്ചു. അതിനുശേഷം ക്രൂശിക്കാനായി യഹൂദന്മാർക്ക് വിട്ടുകൊടുത്തു. ഈശോയുടെ ചുറ്റും നിന്ന ദുഷ്ടന്മാർ അവിടുത്തെ കൈകളുടെ കെട്ടുകളഴിച്ച് പരിഹസിക്കുവാൻ വേണ്ടി ധരിച്ചിരുന്ന ചെങ്കുപ്പായം വലിച്ചൂരി. അപ്പോൾ മുറിവുകളെല്ലാം വീണ്ടും തുറക്കപ്പെട്ടു. വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് തൻ്റെ വസ്ത്രം അവൻ ധരിച്ചു. ഈശോയുടെ അമ്മ നെയ്തെടുത്ത തുന്നലില്ലാത്ത കുപ്പായം മുൾമുടി ധരിച്ച ശിരസിലൂടെ കടക്കുകയില്ലെന്ന് കണ്ട് ക്രൂരമായി അവർ മുൾമുടി വലിച്ചൂരിയെടുത്തു. അതിനുശേഷം അവൻ്റെ അരയ്ക്ക് ചുറ്റും കൂർത്ത മുനയുള്ള ഒരു ഇരുമ്പ് വളയം ചുറ്റി വലിച്ചു കൊണ്ടുപോകാനുള്ള കയറുകൾ അതിൽ കെട്ടി. മൃഗീയമായ രീതിയിലാണ് അവർ ഇതെല്ലാം ചെയ്തത്. രാജാക്കന്മാരുടെ രാജാവായ യേശുനാഥൻ്റെ കുരിശുയാത്ര ആരംഭിക്കുന്നു. ഭൂമിയിൽ ഏറ്റവും അപമാനകരവും സ്വർഗത്തിൽ മഹനീയവുമായ യാത്ര. ചമട്ടിയടിയേറ്റ മുറിവുകൾ, നീര് വെച്ച് രക്തവും വെള്ളവും ഒലിച്ച് വേദനിക്കുന്ന നഗ്നപാദത്തോടെ മുൾക്കിരീടം ശിരസിലേന്തി ഭാരമേറിയ കുരിശും വഹിച്ചുകൊണ്ട് പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുവാൻ കാൽവരി ലക്ഷ്യമാക്കി നടന്നു നീങ്ങുന്ന ദിവ്യനാഥനെ നമുക്ക് അനുഗമിക്കാം. ശരീരമാകെ മുറിവുകളാൽ മൂടപ്പെട്ട് തലയും താടിയും രക്തത്തിൽ കുതിർന്നുണങ്ങി മുഖം വികൃതമാക്കപ്പെട്ട് ഇളകുന്ന കുരിശും ചങ്ങലയും മുറിവുകൾ ഒട്ടിക്കിടക്കുന്ന വസ്ത്രത്തിലൊരിഞ്ഞ് ദുസ്സഹമായ വേദന അനുഭവിച്ച് പാതയോരങ്ങളിൽ നിന്നവരുടെയും യാത്രയിൽ കൂടിയവരുടെയും പരിഹാസവും കേട്ട് നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ പോലും തന്നെ ദ്രോഹിച്ചവർക്ക് വേണ്ടി അവിടുന്ന് പിതാവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അവിടുത്തെ മുഖത്ത് സ്നേഹത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും ഭാവങ്ങൾ മാത്രം നിഴലിച്ചിരുന്നു. മർദ്ദനവും ഭക്ഷണം പോലും ലഭിക്കാതെയുള്ള മറ്റു പീഡനങ്ങളും മൂലം ശക്തി ക്ഷയിച്ച ഈശോ ഗാഗുൽത്തായിലേക്കുള്ള വഴിയിലെ ഒരു കല്ലിൽ തട്ടി നിലം പതിക്കുന്നു. ക്രൂരരായ പടയാളികൾ വീണുകിടന്ന ഈശോയെ മർദ്ദിക്കുന്നു. ബന്ധുക്കളുടെയും സ്നേഹിതരുടെയും പരിചയക്കാരുടെയും മുൻപിൽ അപമാനിതനായി ഒറ്റപ്പെട്ടവനായി കഠിനവേദന അനുഭവിച്ചു നിന്ന അങ്ങയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞങ്ങൾ തന്നെയാണല്ലോ കർത്താവേ. ഞങ്ങൾ ചെയ്യുന്ന ഓരോ പാപവും അങ്ങയെ മുറിവേൽപ്പിക്കുകയാണല്ലോ ചെയ്തത്. കുരിശുയാത്ര മുന്നോട്ട് നീങ്ങുന്നു. ഇടയ്ക്ക് സങ്കടകരമായ ഒരു കൂടിക്കാഴ്ച. അവിടുത്തെ മാതാവ് യോഹന്നാനോടും മറ്റു ഭക്തസ്ത്രീകൾക്കുമൊപ്പം ഈശോയെ ഒരു നോക്ക് കാണുവാൻ വരുന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നമ്മുടെ കർത്താവിൻ്റെ അമ്മ തൻ്റെ പൊന്നോമന പുത്രൻ വരുന്ന വഴിയിൽ കാത്തുനിന്നു. ജനക്കൂട്ടം അട്ടഹസിക്കുന്നതും പരിഹസിക്കുന്നതും അവൾ കേട്ടു. 3 കുറ്റവാളികൾ ക്രൂശിക്കപ്പെടാൻ പോകുന്നു എന്ന വാർത്ത ആ കാൽവരി യാത്രയുടെ മുൻപിൽ നടന്നിരുന്ന ആൾ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു. വേദനിപ്പിക്കുന്ന ആ ശബ്ദം നിമിഷം തോറും കൂടുതൽ വ്യക്തമായി മുഴങ്ങി. വഴിയോരത്ത് വികാരം നിയന്ത്രിക്കാനാവാതെ കാത്തുനിന്ന അമ്മ സ്വർഗീയ സഹായം അപേക്ഷിച്ചു. അപ്പോൾ
അതാ തൻ്റെ പ്രിയപുത്രൻ കുരിശിൻ്റെ ഭാരം കൊണ്ട് അമർന്ന് മുൾമുടി ധരിച്ചിരുന്ന ശിരസ് വേദനയുടെ ആധിക്യത്താൽ ചുമലിലേക്ക് ചരിച്ചു പിടിച്ച് സഹനത്തിൻ്റെ ആ പാതയിലൂടെ നടന്നു വരുന്നു. അനുകമ്പയോടും ദുഃഖത്തോടും കൂടി തൻ്റെ അമ്മയെ ഒന്ന് നോക്കി. ആ ദൃശ്യം ആ അമ്മയെ നടുക്കി. അവളെല്ലാം മറന്ന് തൻ്റെ ഓമന മകനിൽ മാത്രം ദൃഷ്ടിയുറപ്പിച്ചു. അവിടുത്തെ അടുത്തേക്ക് ചെന്നു. മകനെ, അമ്മേ. വേദനയിലലിഞ്ഞ ശബ്ദം. അത് അവിടെ ഒന്നായി. നൊമ്പരത്തിൻ്റെ മാത്രം ലോകം. പല മുഖങ്ങളിലും ആശങ്ക പരന്നതുപോലെ തോന്നി. പടയാളികൾ ചോദിച്ചു, സ്ത്രീയെ, നിനക്കിവിടെ എന്തു കാര്യം? മകനെ നല്ല രീതിയിൽ വളർത്തിയിരുന്നുവെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ഇവൻ അകപ്പെടില്ലായിരുന്നുവല്ലോ. മാതാവേ, ഈ പരിഹാസം അവിടുന്ന് എങ്ങനെ സഹിച്ചു? ഒരു തെറ്റും ചെയ്യാത്ത തൻ്റെ പൊന്നോമന പുത്രനെ ഇത്ര ക്രൂരമായി പീഡിപ്പിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന രംഗം ഏതമ്മയ്ക്കാണ് സഹിക്കാൻ കഴിയുക? കുരിശും ചുമന്നുകൊണ്ടുള്ള യേശുവിൻ്റെ കാൽവരി യാത്ര തുറസായ ഒരു സ്ഥലത്തെത്തി. കുരിശിൻ്റെ ഭാരം വഹിച്ചുകൊണ്ട് മുന്നോട്ടുള്ള യാത്രയിൽ യേശു ഉയർന്നു നിന്ന വലിയൊരു കല്ലിൽ തട്ടി വീണ്ടും നിലം പതിച്ചു. ഫരിസേയർ പട്ടാളക്കാരോട് പറഞ്ഞു, കുരിശ് ചുമക്കുന്നതിന് ആരെയെങ്കിലും നിങ്ങൾ കണ്ടെത്തണം. അല്ലാത്ത പക്ഷം അവൻ ജീവനോടെ ഗാഗുൽത്ത എന്ന സ്ഥലത്ത് എത്തുകയില്ല. തലേ രാത്രി 9 മണിക്ക് ബന്ധിതനാക്കപ്പെട്ട യേശുവിനെതിരെ കള്ളസാക്ഷികളിൽ നിന്നും തെളിവുകൾ ശേഖരിക്കുന്നതിനായി നീതിരഹിതരായ ഭരണാധിപന്മാർ അപഹാസ്യമായ വിചാരണ നടത്തി. ചമട്ടിയടിയും മറ്റു മർദ്ദനങ്ങളും മൂലം ശരീരമാസകലം മുറിവുകളാൽ ചെന്നീരും രക്തവും ഒലിച്ച് പൊടിപടലങ്ങളാൽ മലിനമായി ദയനീയമായ സ്ഥിതിയിൽ യേശു അവിടെ തന്നെ കിടന്നു. അതിലെ വന്ന് കവൃതീൻകാരനായ ശിമയോൻ പട്ടാളക്കാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഈശോയെ സഹായിച്ചു. ഒരു കുറ്റവാളിയുടെ കുരിശ് ചുമക്കുവാൻ ഇടയായതിൽ അസ്വസ്ഥനായ ശിമയോനെ ഈശോ ശാന്തമായി ഒന്ന് കടാക്ഷിച്ചു. ആ സ്വർഗീയ നോട്ടം അവനെ സ്പർശിച്ചു. അവൻ സന്തോഷത്തോടെ യേശുവിൻ്റെ കുരിശ് ചുമന്നു. കരുണാനിധിയായ കർത്താവെ, പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ഞാൻ തളരുമ്പോൾ അവിടുത്തെ ഒരു നോട്ടം മതി എന്നെ ശക്തിപ്പെടുത്തുവാൻ. മറ്റുള്ളവരിൽ അങ്ങയെ കണ്ടുകൊണ്ട് സഹനങ്ങളിൽ അവരെ ആശ്വസിപ്പിക്കാനുള്ള മനോഭാവം എനിക്ക് തരണമേ. ശിമയോൻ്റെ സഹായത്താൽ കുരിശ് യാത്ര വീണ്ടും മുന്നോട്ട് പോകുന്നു. അപ്പോൾ അതാ ഭക്തയായ വേറോനിക്ക ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ വന്ന് പട്ടാളക്കാരുടെ മധ്യത്തിലൂടെ ഈശോയെ സമീപിച്ചു. ഭക്തിപൂർവം അവൾ തൻ്റെ തുവാലയെടുത്തു. രക്തം പുരണ്ട മുഖം വിനയപൂർവ്വം തുടച്ചു. വീട്ടിലെത്തിയ അവൾ ദുഃഖപരവശയായി പ്രാർത്ഥനാപൂർവം ആ തുവാല നിവർത്തിയപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, കർത്താവിൻ്റെ മുഖം വ്യക്തമായി അതിൽ പതിഞ്ഞിരുന്നു. ഓ ദിവ്യനാഥ, നിന്റെ രക്തം പുരണ്ട മുഖം എൻ്റെ ഹൃദയത്തിലും പതിപ്പിക്കണമേ. വിറയ്ക്കുന്ന കാലുകളോടെ കഠിനമായ വേദന സഹിച്ച് കുരിശുമായി മുന്നോട്ട് നീങ്ങുന്നതിനിടയിൽ ഈശോ കാലിടറി ഇതാ വീണ്ടും നിലത്ത് വീണു. പടയാളികൾ അവിടുത്തെ ചാട്ടവാർ കൊണ്ടടിക്കുന്നു. അവിടുത്തെ വലിച്ചെഴുന്നേൽപ്പിച്ച് വീണ്ടും നടത്തുന്നു. കുരിശ് യാത്ര ജെറുസലേം പട്ടണമതിലിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള കവാടത്തിനടുത്തെത്തിയപ്പോൾ വലിയ ഒരു സ്ത്രീ സമൂഹം കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തുകൊണ്ട് യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നു. ഓശാന ദിവസത്തെ ഘോഷയാത്രയിൽ പങ്കെടുത്ത അവർക്ക് ഈശോയുടെ ഈ പീഡനയാത്ര കണ്ടിട്ട് സഹിക്കുവാൻ സാധിച്ചില്ല. എന്നാൽ അവിടുന്ന് അവരോട് പറഞ്ഞു, ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. അവിടുന്ന് സ്വയം മറന്ന് അവരെ ആശ്വസിപ്പിക്കുന്നു. രക്തമെല്ലാം തീരാറായി, ശരീരം വിറയ്ക്കുന്നു, തല കറങ്ങുന്നു. അതാ ഈശോ ഒരു കല്ലിൽ തട്ടി നിലം പതിക്കുന്നു. മനുഷ്യവർഗത്തിൻ്റെ പാവങ്ങൾ നിമിത്തമാണല്ലോ അവിടുന്ന് വീണ്ടും വീണത്. കർത്താവെ, ഞങ്ങളുടെ ഓരോ പാപവും നിമിത്തം അങ്ങയെ ഞങ്ങൾ വീണ്ടും വീഴുകയാണ്, മുറിവേൽപ്പിക്കുകയാണ്, വേദനിപ്പിക്കുകയാണ്. കരുണാമയനായ കർത്താവെ, പ്രലോഭനങ്ങളിൽ നിന്നും പാവസാഹചര്യങ്ങളിൽ നിന്നും അകന്ന് അങ്ങേ തിരുമുഖം ദർശിച്ച് ജീവിക്കുവാനുള്ള കൃപാവരം എനിക്ക് നൽകണമേ. നാഥ, ഞാൻ ഏത് അവസ്ഥയിലായിരുന്നാലും അവിടുത്തെ കൃപാകടാക്ഷം എൻ്റെ മേൽ പതിപ്പിക്കണമേ. ആരാലും എഴുതപ്പെടാത്ത, വാക്കുകളിൽ വർണ്ണിക്കാനാകാത്ത
അങ്ങയുടെ ഏറ്റവും വലിയ സഹനം ഏതായിരുന്നുവെന്ന് വിശുദ്ധ ബെർണാഡ് ഒരിക്കൽ ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞുവല്ലോ. കുരിശു വഹിച്ചു കൊണ്ടുപോയ ആ വേദനയുടെ വഴിയിൽ എൻ്റെ തോളിലുണ്ടായ വളരെ ഗുരുതരമായ മുറിവ് ഏറ്റവും വലിയ വേദന ഉളവാക്കിയിരുന്നുവെന്ന്. ഈശോയെ, അങ്ങയെ തിരുത്തോളിലെ മുറിവിനെ ഞാൻ വണങ്ങുന്നു. യേശു കാൽവരിയിൽ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ഈശോയുടെ പീഡാനുഭവ യാത്ര ഗാഗുൽത്ത മലയുടെ മുകളിലെത്തി. യേശുവിനെ കുരിശിൽ തറയ്ക്കുവാനുള്ള ഒരുക്കങ്ങൾ അവർ ചെയ്തുകൊണ്ടിരുന്നു. കുരിശിൽ കാൽ താങ്ങുവാനുള്ള ഒരു മരക്കട്ട തറച്ചുറപ്പിച്ചു. കൈകളിൽ ആണി തറയ്ക്കുന്ന സ്ഥലത്ത് മരത്തിൽ ദ്വാരമുണ്ടാക്കി. ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്ന യേശുവിൻ്റെ വസ്ത്രങ്ങൾ പട്ടാളക്കാർ വലിച്ചു പറിച്ചു. മാതാവ് നെയ്ത് സമ്മാനിച്ചിരുന്ന തുന്നലില്ലാത്ത മേലങ്കി ഊരിയെടുക്കുന്നതിനായി മുൾമുടി ശിരസിൽ നിന്നും വലിച്ചൂരി. നിണമുണങ്ങിയ മുറിവുകളെല്ലാം വീണ്ടും തുറന്ന് രക്തം പ്രവഹിച്ചു. അരയിൽ ചുറ്റിക്കെട്ടിയിരുന്ന കച്ച ഒഴികെയുള്ള എല്ലാ വസ്ത്രങ്ങളും മാറ്റപ്പെട്ടവനായി നമ്മുടെ രക്ഷകനും കർത്താവുമായ ഈശോ പടയാളികളുടെ മുൻപിൽ നിൽക്കുന്നു. ചാട്ടവാറടിയിൽ ഉണ്ടായ വ്രണങ്ങളിൽ നിന്നും മുൾമുടി അടിച്ചു തറച്ചപ്പോൾ പൊട്ടിത്തകർന്ന ശിരോധമനികളിൽ നിന്നും കുരിശു വഹിച്ചുള്ള യാത്രയിലെ ഓരോ വീഴ്ചകളിൽ നിന്നും രക്തമത്രയും വാർന്നുപോയ യേശു വിളറിയ ആലില പോലെ വിറച്ചു. ദിവ്യനാഥ, ആർക്കു വേണ്ടിയാണ് ഇത്ര വലിയ പീഡനങ്ങൾ അവിടുന്ന് ഏറ്റത്? എനിക്ക് വേണ്ടിയല്ലേ? അതെ, എൻ്റെ കുടുംബത്തിന്, എൻ്റെ നാടിന്, ഈ ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയാണ്. എൻ്റെ പാവങ്ങൾ അവിടുത്തെ വീണ്ടും വീണ്ടും പീഡിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? എൻ്റെ സ്വാർത്ഥത വെടിഞ്ഞ് മറ്റുള്ളവരെയും എന്നെപ്പോലെ തന്നെ കണ്ട് അവരെ സഹായിക്കുവാനുള്ള കൃപാവരം എനിക്ക് നൽകണമേ. പടയാളികൾ യേശുവിനെ കുരിശിൽ കിടത്തി അവിടുത്തെ വലതു കൈപ്പത്തിൽ കാരിരുമ്പാണി ചുറ്റുക കൊണ്ട് ആഴത്തിൽ അടിച്ചു കയറ്റി. ക്രൂശിക്കലിൻ്റെ ആദ്യ ആണിപ്രഹരമേറ്റ യേശു വേദന കൊണ്ട് പുളഞ്ഞു. ഘാതകരുടെ കൈകളിലേക്ക് അവിടുത്തെ രക്തം ചീറ്റിത്തെറിച്ചു. ഇടത്തുകരത്തിന് വേണ്ടിയുള്ള സുഷിരം വരെ യേശുവിൻ്റെ കരം നീളുകയില്ലാത്തതിനാൽ ഇടത്തുകരത്തിൽ കയർ കെട്ടി വലിച്ചു പിടിച്ചു. അപ്പോൾ അവിടുന്ന് സഹിച്ച വേദനയും സഹനവും ചിത്രീകരിക്കാൻ ആർക്ക് കഴിയും? അവിടുത്തെ മാറിടം ഉയർന്നു, കാലുകൾ ചുരുങ്ങി. ഇടത്തു കൈപ്പത്തിയിലേക്ക് രണ്ടാമത്തെ ആണി അടിച്ചു കയറ്റി. രക്തം പൊട്ടിച്ചിറയി ഒഴുകി. ഇതെല്ലാം കണ്ടു നിന്ന പരിശുദ്ധ കന്യകാമറിയം വേദനിച്ച് ഹൃദയം തകർന്ന് പരവേശത്തോടെ നിന്നു. അല്പം ദൂരെയായി നിന്നിരുന്ന ഭക്തസ്ത്രീകളുടെ അടുത്തേക്ക് യോഹന്നാൻ മാതാവിനെ കൊണ്ടുപോയി. യേശുവിൻ്റെ കൈകൾ വലിച്ചു നീട്ടിയതുപോലെ തന്നെ നിർദ്ധയമായി അവിടുത്തെ ശരീരം കുരിശിൻ്റെ മുകളിലേക്ക് വലിച്ചു. കാൽമുട്ടുകൾ അല്പം ഉയർന്നു നിന്നിരുന്നതിനാൽ അത് നിവർത്തി കയർ കൊണ്ട് നന്നായി ബന്ധിച്ചു. പാദം തറയ്ക്കുന്നതിനായി കരുതിയ തടിക്കഷ്ണത്തിൽ കാലുകൾ എത്തുകയില്ലെന്ന് മനസ്സിലാക്കിയ പടയാളികൾ രോഷാകുലരായി. അവിടുത്തെ വലതു കാലിൽ ഒരു കയർ കെട്ടി ആ തടിക്കഷ്ണത്തിൽ എത്തും വരെ ശക്തിയായി വലിച്ച് കുരിശിനോട് ചേർത്ത് കയറുകൊണ്ട് നന്നായി ബന്ധിച്ചു. പടയാളികൾ ഇപ്രകാരം പ്രവർത്തിച്ചപ്പോൾ യേശു അനുഭവിച്ച വേദന ഭൂമിയിലുണ്ടായിരുന്ന എല്ലാ വേദനകളും ഒരുമിച്ച് അനുഭവിക്കുന്ന നിമിഷങ്ങളായി കണ്ടുനിന്നവർക്ക് അനുഭവപ്പെട്ടു. വേദനയുടെ പാരമ്യത്തിൽ എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ എന്ന് അവിടുന്ന് പിതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. പാദങ്ങൾ ചേർത്ത് വെച്ച് നീളമുള്ള ഇരുമ്പാണി ഇരുപാദങ്ങളിലൂടെയും അടിച്ചു കയറ്റി അവിടുത്തെ ശരീരം വലിച്ചു നീട്ടിയിരിക്കുന്നു. ഓ വേദനയുടെ കാൽവരി! ഈ സമയം മുഴുവൻ യേശു സങ്കീർത്തന ഭാഗങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കുരിശു വഹിച്ചുള്ള യാത്രയിലും അവിടുന്ന് നിശബ്ദനായി പ്രാർത്ഥിച്ചിരുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിലുടനീളമുള്ള വേദനകളുടെ സമയത്തും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനുള്ള മനോഭാവം തരണമേ. യേശുവിനെ കുരിശിൽ തറച്ച പടയാളികൾ കുരിശിൻ്റെ നെടിയ ദണ്ടിൽ കയർ കെട്ടി അല്പം ദൂരെ തറയിൽ ഉറപ്പിച്ചിരുന്ന നീളമുള്ള ഒറ്റത്തടിയിൽ കയറിൻ അഗ്രഭാഗം ചുറ്റി കുരിശു വലിച്ചുയർത്തി. കുരിശിൻ്റെ ശീർഷഭാഗം വിഹായസിൽ ഉയർന്ന് അന്തരീക്ഷത്തിൽ ഒരു നിമിഷം ആടിയുലഞ്ഞ് വലിയ ശബ്ദത്തോടെ പാറ തുരന്നുണ്ടാക്കിയ കുഴിയിലേക്ക് നിലം പതിച്ചപ്പോൾ അട്ടഹാസവും ആർപ്പുവിളികളും അവഹേളനങ്ങളും അന്തരീക്ഷത്തിൽ മാറ്റൊലി കൊണ്ടു. അവൻ്റെ മുറിവുകൾ വീണ്ടും തുറക്കപ്പെട്ടു.
രക്തം പ്രവഹിച്ചു. വേദന കടിച്ചമർത്തി ഈശോ മനുഷ്യരക്ഷയ്ക്കായി സഹിച്ചു. തടിയിൽ തീർത്ത 5 കുറ്റികൾ അടിച്ചിറക്കി കുരിശ് ഉറപ്പിച്ചു. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വാഗ്ദാനം ചെയ്യപ്പെട്ടവൻ്റെ അനുഗ്രഹിക്കപ്പെട്ട കുരിശ് ഭൂമിയിൽ സ്ഥാപിതമായി. പർദീസായിലെ ജീവന്റെ വൃക്ഷം, പാപത്തിൻ്റെ ശാപത്തിൽ നിന്ന് ലോകത്തെ രക്ഷിക്കുന്ന കുരിശ്. കുരിശു നാട്ടി ഉറപ്പിച്ച സ്ഥലം ഗിരിശൃംഗത്തിൽ 2 അടിയോളം ഉയരത്തിലായിരുന്നു. രക്ഷയുടെ പാദപീഠം. നാഥൻ്റെ തൃപ്പാദത്തിൽ സ്പർശിക്കുന്നതിനും ചുംബിക്കുന്നതിനും ആ പാദപീഠത്തിൽ നിന്നു കഴിയുമായിരുന്നു. അവഹേളനത്തിൻ്റെ ചിഹ്നമായിരുന്ന കുരിശിനെ രക്ഷയുടെ അടയാളമാക്കി ഉയർത്തിയ മിശിഹായെ പീഡാനുഭവങ്ങളെ ഓർത്ത് ധ്യാനിക്കുന്ന ഞങ്ങൾ ആ കുരിശിൽ അഭിമാനം കൊള്ളുവാനും ലോകം മുഴുവൻ അതിൻ്റെ രക്ഷ കണ്ടെത്തുവാനും ഇടവരുത്തണമേ. ഈശോയുടെ വിശുദ്ധ കുരിശേ, നീ എനിക്ക് സത്യപ്രകാശമായിരിക്കണമേ. ഈശോയുടെ വിശുദ്ധ കുരിശേ, എൻ്റെ ആത്മാവിനെ സച്ചിന്തകളാൽ നിറയ്ക്കണമേ. ഈശോയുടെ വിശുദ്ധ കുരിശേ, എൻ്റെ ആശ്രയമായിരിക്കണമേ. ഓ വിശുദ്ധ കുരിശേ, എൻ്റെ രക്ഷയിൽ എന്നെ സഹായിക്കണമേ. ഓ വിശുദ്ധ കുരിശേ, എല്ലാ അശുദ്ധ ചിന്തകളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ. ഓ വിശുദ്ധ കുരിശേ, അകാരണമായ ഭയത്തിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ. ഓ വിശുദ്ധ കുരിശേ, പരീക്ഷണങ്ങൾ എളിമയോടെ സ്വീകരിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. ഓ വിശുദ്ധ കുരിശേ, എൻ്റെ കുരിശുകൾ സന്തോഷത്തോടെ വഹിക്കുന്നതിനുള്ള ശക്തി തരണമേ. ഓ വിശുദ്ധ കുരിശേ, എൻ്റെ മേൽ കരുണയായിരിക്കണമേ. യേശുവിൻ്റെ ഇടതുവശത്തും വലതുവശത്തും ഓരോ കള്ളന്മാരെ കുരിശിൽ തറച്ചു. യേശുവിൻ്റെ വസ്ത്രങ്ങൾ പടയാളികൾ 4ആയി ഭാഗിച്ച് ഓരോരുത്തർ ഓരോ ഭാഗമെടുത്തു. തയ്യൽ കൂടാതെ പരിശുദ്ധ മറിയം നെയ്തെടുത്ത മേലങ്കി ചിട്ടിയിട്ട് തീരുമാനിക്കാൻ അവർ മാറ്റിവെച്ചു. യേശു പറഞ്ഞു, പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല. അവൻ്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കുവാൻ അവർ കുറിയിട്ടു. ജനം നോക്കി നിന്നു. പ്രമാണികളാകട്ടെ അവനെ പരിഹസിച്ചു പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു. ഇവൻ ദൈവത്തിൻ്റെ ക്രിസ്തുവാണെങ്കിൽ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ രക്ഷിക്കട്ടെ. പടയാളികൾ അടുത്തു വന്ന് വിനാഗിരി കൊടുത്ത് അവനെ പരിഹസിച്ചു പറഞ്ഞു, നീ യൂദന്മാരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക. ഇവൻ യൂദന്മാരുടെ രാജാവ് എന്ന ഒരു ലിഖിതം അവൻ്റെ തലയ്ക്ക് മീതെ ഉണ്ടായിരുന്നു. കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ അവനെ ദുഷിച്ചു പറഞ്ഞു, നീ ക്രിസ്തുവല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. അപരൻ അവനെ ശകാരിച്ചു പറഞ്ഞു, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ. നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്. നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ തുടർന്നു, യേശുവേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. യേശു അവനോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കും. ഓ ദിവ്യനാഥ, സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെ നടന്ന് ഞങ്ങൾക്കായി വീണ്ടെടുത്ത പർദീസായുടെ പരിശുദ്ധിയിൽ നിന്നോടൊപ്പം ആയിരിക്കുവാൻ എന്നെയും അനുവദിക്കണമേ. യേശുവിൻ്റെ മരണം. സമയം 12 മണിയായി. യഹൂദന്മാരുടെ കണക്കനുസരിച്ച് 6-ാം മണിക്കൂർ. ഭൂമിയിലെങ്ങും അന്ധകാരം പരന്നു. മറിയവും യേശുവിനോട് ഏറ്റവും വിശ്വസ്തത പുലർത്തിയിരുന്നവരും ഒഴികെ മറ്റെല്ലാവരും അവിടം വിട്ടുപോയി. യേശു അമ്മയെ നോക്കി പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. പിന്നെ അവിടുന്ന് യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. മരിച്ചുകൊണ്ടിരുന്ന തൻ്റെ ഗുരുവിനെ നോക്കി യോഹന്നാൻ ഏറ്റവും ബഹുമാന്യമായ രീതിയിൽ അവളെ വന്ദിച്ചു. ആ ദിവസം ഏറ്റവും ബഹുമാന്യമായ രീതിയിൽ അവളെ വന്ദിച്ചു. ആ ദിവസം മുതൽ യോഹന്നാൻ തൻ്റെ അമ്മയായി അവളെ കരുതി. 9-ാം മണിക്കൂർ വരെ ഭൂമിയിൽ മുഴുവൻ അന്ധകാരമായിരുന്നു. അനന്തരം എല്ലാം നിറവേറിക്കഴിഞ്ഞുവെന്ന് അറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ഒരു പാത്രം നിറയെ വിനാഗിരി അവിടെ ഉണ്ടായിരുന്നു. അവർ വിനാഗിരിയിൽ കുതിർത്ത ഒരു നീർപ്പഞ്ഞി ഹിസോപ്പ് ചെടിയുടെ തണ്ടിൽ വെച്ച് അവൻ്റെ ചുണ്ടോടടുപ്പിച്ചു. യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അതിനുശേഷം യേശു ശിരസ് അല്പം ഉയർത്തി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, പിതാവേ, നിന്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു.
ഏതാനും നിമിഷം കഴിഞ്ഞപ്പോൾ അവിടുന്ന് ശിരസ് കുനിച്ച് ജീവൻ വെടിഞ്ഞു. അപ്പോൾ ദേവാലയത്തിലെ തിരശ്ശീല മുകളിൽ നിന്നും താഴെ വരെ രണ്ടായി കീറി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു. പിതാവായ ദൈവത്തിൻ്റെ ശബ്ദം ഗാംഭീര്യത്തോടെ പ്രപഞ്ചം മുഴുവനിലും പ്രതിധ്വനിച്ചു. യേശുവിന് കാവൽ നിന്നിരുന്ന ശതാധിപനും കൂടെയുണ്ടായിരുന്നവരും അത്യധികം ഭയപ്പെട്ടു. സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നുവെന്ന് ശതാധിപൻ വിളിച്ചു പറഞ്ഞു. കാഴ്ച കാണുവാൻ കൂടിയിരുന്ന ജനക്കൂട്ടം മാറത്തടിച്ചുകൊണ്ട് തിരിച്ചുപോയി. അവൻ്റെ പരിചയക്കാരും ഗലീലയിൽ നിന്നും അവനെ അനുഗമിച്ച സ്ത്രീകളും അകലെ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നു. അത് സാബത്തിനുള്ള ഒരുക്കത്തിൻ്റെ ദിവസമായിരുന്നു. ആ സാബത്ത് ഒരു വലിയ ദിവസമായിരുന്നു. സാബത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കാൻ വേണ്ടി അവരുടെ കാലുകൾ തകർക്കുവാനും അവരെ നീക്കം ചെയ്യുവാനും യഹൂദർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അതിനാൽ പടയാളികൾ വന്ന് അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന 2 പേരുടെയും കാലുകൾ തകർത്തു. അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞിരുന്നു എന്ന് കാണുകയാൽ അവൻ്റെ കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളികൾ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. വൈകുന്നേരമായപ്പോൾ അരിമത്ഥ്യക്കാരൻ ജോസഫ് എന്ന ധനികൻ അവിടെ എത്തി. അവനും യേശുവിന് ശിഷ്യപ്പെട്ടിരുന്നു. അവൻ പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിച്ചു. അത് അവന് വിട്ടുകൊടുക്കുവാൻ പീലാത്തോസ് കൽപ്പിച്ചു. ജോസഫും നിക്കോദെമോസും ചേർന്ന് യേശുവിന് പിന്നിൽ ഗോവണി ഉറപ്പിച്ച് ആണികളെല്ലാം സാവധാനം ഊരിയെടുത്ത് യേശുവിൻ്റെ ശരീരം കുരിശിൽ നിന്നിറക്കി. അസഹനീയമായ സങ്കടവും സ്നേഹവാത്സല്യവും കൊണ്ട് വീർപ്പും മുട്ടിയ മാതാവിൻ്റെ കരങ്ങളിലേക്ക് പീഡാസഹനങ്ങളുടെ വെള്ളിവസ്തുവായി മാറിയ അരിമസുതൻ്റെ ചേതനയേറ്റ ശരീരം അവർ വെച്ചുകൊടുത്തു. യേശുവേ, കുരിശിൽ നിന്നിറക്കിയ അവിടുത്തെ തിരുശരീരം മടിയിൽ താങ്ങിയിരുന്ന ആ അമ്മയ്ക്ക് വികൃതമാക്കപ്പെട്ട നിന്റെ ശരീരത്തിൽ എവിടെ ഒരു ചുംബനം അർപ്പിക്കുവാൻ സാധിച്ചു നാഥ. കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട തിരുവിലാവ് കണ്ട് അമ്മയുടെ ഹൃദയം തകർന്നില്ലേ നാഥ? അവിടുത്തെ അമ്മയെ ഞങ്ങൾക്ക് അമ്മയായി നൽകിയ അങ്ങയുടെ കാരുണ്യത്തിൽ ശരണപ്പെട്ട് ഞാൻ അപേക്ഷിക്കുന്ന കർത്താവേ, പാവിയായ എന്നോട് കരുണയായിരിക്കണമേ. അരിമത്ഥ്യക്കാരൻ ജോസഫിൻ്റെ കൂടെ 100 റാത്തിൽ സുഗന്ധക്കൂട്ടുമാരി നിക്കോദെമോസും ഉണ്ടായിരുന്നു. അവർ യേശുവിൻ്റെ ശരീരമെടുത്ത് യഹൂദരുടെ ശവസംസ്കാര രീതി അനുസരിച്ച് സുഗന്ധദ്രവ്യങ്ങളോടുകൂടെ കച്ചയിൽ പൊതിഞ്ഞു. അവൻ ക്രൂശിക്കപ്പെട്ട സ്ഥലത്ത് ഒരു തോട്ടമുണ്ടായിരുന്നു. ആ തോട്ടത്തിൽ അതുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. യഹൂദരുടെ ഒരുക്കത്തിൻ്റെ ദിനമായിരുന്നതിനാലും കല്ലറ സമീപത്തായിരുന്നതിനാലും അവർ യേശുവിനെ അവിടെ സംസ്കരിച്ചു. പ്രവചനങ്ങളെല്ലാം യഥാസമയം പൂർത്തീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പീഡകൾ സഹിച്ച് കുരിശുമരണം വരിച്ച യേശുവെ, ശിഷ്യരോട് പറഞ്ഞതുപോലെ അവിടുന്ന് 3-ാം ദിവസം മഹത്വപൂർണനായി ഉയർത്തെഴുന്നേറ്റുവല്ലോ. 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്യുകയും സഹായകനായ പരിശുദ്ധാത്മാവിനെ ലോകത്തിന് നൽകുകയും എപ്പോഴും ഞങ്ങളെ കാത്തുപരിപാലിക്കുകയും ചെയ്യുന്ന നാഥ, ഞാൻ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അന്ത്യ അത്താഴ സമയത്ത് അവിടുത്തെ തിരുശരീര രക്തങ്ങൾ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രൂപത്തിൽ ശിഷ്യന്മാർക്ക് നൽകുകയും അവിടുന്ന് എന്നും ഞങ്ങളോടൊപ്പം ആയിരിക്കുവാൻ വിശുദ്ധ കുർബാന സ്ഥാപിക്കുകയും അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രൂപത്തിൽ സക്രാരയിൽ എഴുന്നള്ളിയിരിക്കുന്നവനുമായ യേശുനാഥ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. വിശുദ്ധ കുർബാനയിലെ അത്ഭുതങ്ങൾ ഞങ്ങൾ ധാരാളം കേൾക്കുകയും വായിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ എൻ്റെ ഹൃദയത്തിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വന്നപ്പോൾ കല്ലായി മാറിയിരുന്ന എൻ്റെ ഹൃദയത്തിന് അത് ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല. നാഥ, പാപബോധത്തോടും പശ്ചാത്താപത്തോടും കൂടി ഒരു കുമ്പസാരം നടത്തുവാനും എൻ്റെ ഹൃദയത്തെ വെണ്മയുള്ളതാക്കി മാറ്റി അപ്പത്തിൻ്റെ രൂപത്തിൽ വരുന്ന അങ്ങയെ സ്വീകരിക്കുവാൻ എന്നെ ഒരുക്കണമേ നാഥ. മരണശേഷമുള്ള സ്വർഗഭാഗ്യം മുന്നിൽ കണ്ടുകൊണ്ട് പാപമാലിന്യമില്ലാതെ എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് സ്വന്തം ഉത്തരവാദിത്തങ്ങൾ ആത്മാർത്ഥതയോടെ നിർവഹിക്കുവാനും മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സുഹൃത ജപം. എൻ്റെ ഈശോയെ, അങ്ങേ തിരുമുറിവുകളുടെ യോഗ്യതകളെ ഓർത്ത് എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ. ഈശോയുടെ ഹൃദയത്തിൽ നിന്നും
ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഈശോനാഥ, പാപിയായ എന്നോട് കരുണയായിരിക്കണമേ. ക്രൂശിതനായ യേശുവേ, ശുദ്ധീകരണ ആത്മാക്കളോട് ദയവുണ്ടാകണമേ. നിത്യപിതാവേ, അങ്ങേ തിരുക്കുമാരൻ്റെ തിരുശരീര രക്തങ്ങളെ ഓർത്ത് എൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് എന്നോട് കരുണയായിരിക്കണമേ.